ഹായ് സ്റ്റുഡൻസ്, വീണ്ടും എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ച് ഇന്ത്യ ഈസ് എമർജിങ് ആസ് എ സൂപ്പർ പവർ ആൻഡ് നോളജ് എക്കോണമി എന്ന ടോപ്പിക്ക് നമ്മൾ വിശദീകരിച്ചു. അതുപോലെ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ ടോപ്പിക്ക് വിശദീകരിച്ചു. അടുത്ത നെക്സ്റ്റ് പറയുക ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, മനുഷ്യ മൂലധന രൂപീകരണം ഇങ്ങനെയൊക്കെയാണ് സാധ്യമാകുന്നത്. നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ്റിന് അതിന് എന്തെങ്കിലും റോളുകളുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളാണ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ പേരൻസും ഒക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അടുത്ത ഹെഡിങ്ങിൻ്റെ ആ ഫസ്റ്റ് ഭാഗം ഒന്ന് നോട്ട് ചെയ്യണം. ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്നുള്ള കാര്യം, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. ആ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഒന്നും കൂടെ പറയുകയാണ്. ഫസ്റ്റ് പോയിന്റ്, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഈസ് എ റിസൾട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ദി ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ ആൻഡ് ഇൻഫർമേഷൻ. അപ്പം നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, പലതവണ പറഞ്ഞ പോയിന്റാണ്. വിദ്യാഭ്യാസവും ആരോഗ്യവും തൊഴിൽ പരിശീലനവും കുടിയേറ്റവും ഇൻഫർമേഷനും എന്നീ മേഖലകളിലുള്ള മൂലധന നിക്ഷേപത്തിൻ്റെ അനന്തരഫലമാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുക. അപ്പോൾ ഒരു മനുഷ്യന് നല്ല വിദ്യാഭ്യാസവും ആരോഗ്യവും തൊഴിൽ പരിശീലനവും കുടിയേറ്റവും അതുപോലെ തന്നെ ഇൻഫർമേഷനും ഒക്കെ കളക്ട് ചെയ്യാൻ സാധിച്ചാൽ ഒരു മനുഷ്യൻ നല്ലൊരു മനുഷ്യ മൂലധനമായിട്ട് രൂപപ്പെടുകയുള്ളൂ എന്നാണ്. നമ്മളിത് പലതവണ പറഞ്ഞ പോയിന്റാണ്. അതുതന്നെയാണ് വീണ്ടും അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് അവിടെ പറയുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് പല മേഖലയും പ്രൈവറ്റ് സെക്ടറും അതുപോലെ തന്നെ പബ്ലിക് സെക്ടറും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പിള്ളേരെ ധാരാളം വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇനി അവിടുത്തെ അടുത്ത് പറയുന്ന ഒരു പോയിന്റ്സ് ഉണ്ട്, മേജർ പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഫ്രം ദി ഗവൺമെന്റ്. അപ്പം മേജർ പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇസ് എ പാർട്ട് ഓഫ് ഗവൺമെന്റ്, part of the government by central, state and local governments make investment. അപ്പം നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും വേണ്ടി ഗവൺമെൻറ് ധാരാളം പണം ചെലവിടുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്, സംസ്ഥാന ഗവൺമെൻറ്, ലോക്കൽ ബോഡീസ്, തദ്ദേശീയ ഭരണകർത്താക്കളുണ്ട്. അപ്പോൾ ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ലോട്ട് ഓഫ് മണി അല്ലെങ്കിൽ ധാരാളം കാര്യങ്ങൾ, മേജർ പാർട്ട് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ രാജ്യത്ത് കൂടുതൽ ഭാഗം ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ ഭാഗവും എവിടെയാണ്, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്. എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കംസ് ഫ്രം ദി ഗവൺമെൻറ് ആണ് കൂടുതൽ. ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ലോക്കൽ ബോഡീസും ഇവയെല്ലാം എന്ത് നടത്തുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് എഡ്യൂക്കേഷനും അതുപോലെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ലോട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ധാരാളം മൂലധന നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് അവിടെ പറയുക. ഇനി എന്തൊക്കെയാണ് എഡ്യൂക്കേഷന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഗവൺമെൻറ് ചെയ്യുന്നത് എന്നാണ് അവിടെ പറയുക. റെഗുലേറ്ററി ബോഡീസ് ഇൻ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിയന്ത്രണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പറയുക. റെഗുലേറ്ററി bodies in education. In India, we have a ministries of education at the central and state level to regulate the educational sector. വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കാൻ നമുക്ക് കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും എന്തുണ്ട് പിള്ളേരെ, മന്ത്രി കാര്യാലയങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. ഇൻ ഇന്ത്യ വി ഹാവ് മിനിസ്ട്രീസ് ഓഫ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ്റെ മിനിസ്ട്രീസ് തന്നെയുണ്ട്. ഇവിടെയൊക്കെയുണ്ട് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ടു റെഗുലേറ്റ് ദ എഡ്യൂക്കേഷണൽ സെക്ടർ. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കാനായിട്ട് സെൻട്രലിലും സ്റ്റേറ്റിലും എല്ലാം മിനിസ്ട്രീസ് ഉണ്ട് എന്നാണ് അവിടെ പറയുക. അതുപോലെ തന്നെ ചില നിയന്ത്രണ സംഘടനകളുണ്ട്. ടു റെഗുലേറ്റ് ദർ ആർ അതർ റെഗുലേറ്ററി ബോഡീസ്. ഏതൊക്കെയാണ് എന്നാണ് പറയുക. ഒന്ന് NCERT, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. NCERT വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനുമുള്ള പരിശീലനത്തിനുള്ള നാഷണൽ കൗൺസിലാണ് NCERT എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ് NCERT എന്ന് മാത്രം പഠിച്ചാൽ മതി. NCERT. സെക്കൻഡ് വൺ ഈസ് UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ. UGC ആണ് രണ്ടാമത്തെ റെഗുലേറ്ററി ബോഡിയാണ് UGC എന്ന് പറയുന്നത്. അടുത്ത AICTE എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ, ഓൾ ഇന്ത്യ കൗൺസിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിനുള്ള അഖിലേന്ത്യാ കമ്മീഷനാണ്. അപ്പോൾ ഇവയൊക്കെയാണ് റെഗുലേറ്ററി ബോഡീസ് ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്ററി ബോഡീസ് എന്ന് പറയുക. ഒന്ന് NCERT, രണ്ടാമത്തെ UGC, മൂന്നാമത്തെ AICTE. NCERT എന്ന് പറഞ്ഞാൽ നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആൻഡ് ട്രെയിനിങ്. സെക്കൻഡ് വൺ ഈസ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ UGC. അടുത്ത നെക്സ്റ്റ് ആണ് AICTE. അടുത്താണ് റെഗുലേറ്ററി ബോഡീസ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ആരോഗ്യ മേഖലയെ നിയന്ത്രിക്കാനായിട്ടുള്ള കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ആരോഗ്യ മേഖലയെ കൺട്രോൾ ചെയ്യാനുള്ള റെഗുലേറ്ററി ബോഡീസ് ഏതൊക്കെയാണ്, നിയന്ത്രണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് അടുത്ത പറയുക. അത് ICMR, ഒന്നാമത്തെ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്. സെക്കൻഡ് വൺ ഈസ് നേഴ്സിംഗ് കൗൺസിൽ ആൻഡ് തേർഡ് വൺ ഈസ് ഫാർമസി കൗൺസിൽ. അപ്പം ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാനായിട്ടുള്ള റെഗുലേറ്ററി ബോഡീസ് ഏതൊക്കെയാണ് എന്നാണ് പറയാം. ഒന്നാമത്തെയാണ് ICMR, മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിലാണ്. സെക്കൻഡ് വൺ ഈസ് നേഴ്സിംഗ് കൗൺസിൽ, തേർഡ് വൺ ഈസ് ഫാർമസി കൗൺസിൽ. അപ്പോൾ ഈ മൂന്നെണ്ണം ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാനായിട്ടുള്ള നിയന്ത്രണ സ്ഥാപനങ്ങളാണ്.
ഇനി അടുത്ത് നമുക്ക് അതും വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കുന്നതാണ്. അത് നിങ്ങൾ ഡാർക്കായിട്ട് നോട്ട് ചെയ്യണം. നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസിലും പഠിക്കുന്നതാണ്. എഡ്യൂക്കേഷൻ ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഒക്കെ നിങ്ങൾ പഠിക്കുന്നതാണ് അല്ലേ. അപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്. ഡിസംബർ 2009 the government of India enacted the Rights to Education Act to make the free education is a fundamental rights for all children at the age group 6 to 14. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന് പറഞ്ഞാൽ അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, അവരുടെ മൗലിക അവകാശമാണെന്ന് 2009 ഡിസംബറിൽ പാർലമെന്റ് 2009 പാസ്സാക്കിയ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, മനുഷ്യന്റെ മൗലിക അവകാശമാണ്. 6 വയസ്സിനും 14 വയസ്സിനും വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് എന്താണ് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഇനി ഗ്രോത്ത് ഇൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനായി ഗവൺമെന്റ് ധാരാളം പണം ചെലവിടുന്നുണ്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് പറയുക. അപ്പം നമ്മൾ ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള ഭാഗം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി ദ ഗവൺമെന്റ് ഹാസ് സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി ഇൻ എഡ്യൂക്കേഷൻ, ഗവൺമെന്റ് ധാരാളം പണം എന്താണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവിടുന്നുണ്ട്. അതെങ്ങനെയാണ് ഏതൊക്കെയാണ് എന്ന് പറയുകയാണ്. വിദ്യാഭ്യാസത്തിനായി ഗവൺമെന്റ് ഒരുപാട് പണം ചെലവിടുന്നുണ്ട്. ഒന്നാമത്തെ ദാറ്റ്സ് ദ പെർസെന്റേജ് ഓഫ് ടോട്ടൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, സർക്കാരിന്റെ ആകെ ചെലവിന്റെ ശതമാനക്കണക്കിൽ. രണ്ടാമത്തെയാണ് ആസ് എ പെർസെന്റേജ് ഓഫ് GDP-യുടെ ശതമാനക്കണക്കിൽ. അപ്പം വിദ്യാഭ്യാസത്തിനായി ഗവൺമെന്റ് ധാരാളം പണം ചെലവിടുന്നുണ്ട്. 2 രീതിയിലാണ് പണം ചെലവിടുന്നത്. ദ പെർസെന്റേജ് ടു ടോട്ടൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, സർക്കാരിന്റെ ആകെ ചെലവിന്റെ ശതമാനക്കണക്കിൽ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ഗവൺമെന്റിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ രീതിയിലും ആസ് എ പെർസെന്റേജ് ടു GDP-യുടെ ശതമാനക്കണക്കിലും. ഈ 2 രീതിയിലാണ് വിദ്യാഭ്യാസത്തിനായി ഗവൺമെന്റ് പണം ചെലവിടുന്നത്. ഇനി അതിന്റെ തൊട്ട് പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ both as a percentage change in government expenditure and a percentage change in GDP has been rising. അപ്പം ഗവൺമെന്റ് ചെലവിലെ ശതമാനക്കണക്കിലായാലും 2 രീതിയിൽ നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് വിദ്യാഭ്യാസത്തിനായി പണം ചെലവിടുന്നുണ്ട്. ഒന്ന് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പെർസെന്റേജ് ഓഫ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് ചെലവിന്റെ ശതമാനക്കണക്കിൽ. രണ്ടാമത്തെ ഗവൺമെന്റ് GDP-യുടെ ശതമാനക്കണക്കിൽ. അപ്പം 2 രീതിയിലായാലും ഗവൺമെന്റ് ചെലവിന്റെ ശതമാനക്കണക്കിലായാലും GDP-യുടെ ശതമാനക്കണക്കിലായും വിദ്യാഭ്യാസത്തിനായി സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം പണം ചെലവിടുന്നുണ്ട്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ ബോത്ത് പെർസെന്റേജ് ചേഞ്ച് ഓഫ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് പെർസെന്റേജ് ചേഞ്ച് ഓഫ് GDP ഹാസ് ബീൻ റൈസിങ്. 2 രീതിയിലായാലും ഗവൺമെന്റ് ചെലവ്, വിദ്യാഭ്യാസത്തിനായിട്ടുള്ള ഗവൺമെന്റ് ചെലവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുക. ഡ്യൂറിങ്, ഇനി ആ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഫസ്റ്റ് പോയിന്റ് ആണ്. ടേബിൾ ഒന്നും പറയണമെന്നില്ല, ടേബിളിലെ ഫസ്റ്റ് പോയിന്റ് ആണ്. അടുത്ത പാരഗ്രാഫ് ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത്. ആ പോയിന്റ് മാത്രം നിങ്ങൾ പഠിക്കുക. പാരഗ്രാഫ് മൊത്തം ഒന്നും പറഞ്ഞിട്ടില്ല, ആകെ 2 സെന്റൻസേ പറഞ്ഞിട്ടുള്ളൂ. ഡ്യൂറിങ് 1952 to 2012 the government expenditure on education as a percentage into total government expenditure rose from 7.92% to 11.7%. അപ്പം 1952 മുതൽ 2012 വരെയുള്ള ഗവൺമെന്റ് ചെലവനുസരിച്ച് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സർക്കാരിന്റെ വിദ്യാഭ്യാസ ചെലവ് സർക്കാരിന്റെ ആകെ ചെലവിന്റെ 7.92% നിന്നും 11.7% വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ പറയുക. അപ്പം നമ്മുടെ 1952-2012 ഗവൺമെന്റ് ചെലവ് അനുസരിച്ച് എഡ്യൂക്കേഷന് വേണ്ടി ആസ് എ പെർസെന്റ് ടോട്ടൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ റോസ് ഫ്രം വല്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ്. എന്തോരമാണ് വർദ്ധിക്കുന്നത്, 7.92% ആയിരുന്നു 11.7% ആയിട്ട് വർദ്ധിച്ചു. അപ്പം 7.92% അത് എത്ര ശതമാനമായിട്ട് വർദ്ധിച്ചു, ഗവൺമെന്റ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ 11.7 11.7% ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്നൊരു പോയിന്റ് നിങ്ങൾ എഴുതണം. അതിനുശേഷം അടുത്ത പാരഗ്രാഫിലായിട്ട് മലയാളത്തിലും അതിൻ്റെ അടുത്ത പാരഗ്രാഫിലായിട്ട് പറയുന്നുണ്ട്, ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ആ ഭാഗത്ത്, അതുകൊണ്ടാണ് അതെടുത്ത് പറയുന്നത്. ദർ ഈസ് എ ഹ്യൂജ് ഡിസ്പാരിറ്റി ഇൻ കേസ് ഓഫ് പെർ ക്യാപിറ്റ എഡ്യൂക്കേഷൻ എക്സ്പെൻഡിച്ചർ അക്രോസ് ദ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ആളോഹരി നമ്മൾ പറഞ്ഞു 2 രീതിയിലാണ് ഗവൺമെന്റ് ചെലവ് നടത്തുന്നത് പറഞ്ഞു. ഒന്ന് ഗവൺമെന്റ് മൊത്തം ചെലവിന്റെ അടിസ്ഥാനത്തിൽ, ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ അടിസ്ഥാനത്തിൽ. രണ്ടാമത്തെ GDP-യുടെ അടിസ്ഥാനത്തിൽ, അല്ല ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഈ ആളോഹരി വിദ്യാഭ്യാസ ചെലവിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വലിയ വ്യത്യാസം കാണുന്നുണ്ട് എന്നാണ് അവിടെ എടുത്ത് പറയുക. അത് അവിടെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് അവിടെ സൈഡിൽ ഇമ്പോർട്ടൻ്റ് അത് നോട്ട് ചെയ്യണം. ഏതൊക്കെ സ്റ്റേറ്റുകളിലെ അതിൻ്റെ ചെലവിൻ്റെ വ്യത്യാസത്തെ പറ്റിയാണ് അവിടെ പറയുക. 2009 and 10 2009-2010
ഹിമാചൽ പ്രദേശ് വാസ് ദ ഹയസ്റ്റ് പെർ ക്യാപിറ്റ എഡ്യൂക്കേഷൻ എക്സ്പെൻഡിച്ചർ. ഇപ്പം ഹിമാചൽ പ്രദേശിൽ പെർ ക്യാപിറ്റ എഡ്യൂക്കേഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ വളരെയധികം കൂടുതലായിരുന്നു. ഏകദേശം 12,500 12,500 രൂപയായിരുന്നു 2009-10 കാലഘട്ടത്തിൽ. ദ ലോവസ്റ്റ് പഞ്ചാബിലാണ് ഏറ്റവും കുറവ്. ആളോഹരി വിദ്യാഭ്യാസ ചെലവ് ഏറ്റവും കുറവ് പഞ്ചാബിലായിരുന്നു. വെറും 2,200 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആളോഹരി വിദ്യാഭ്യാസ ചെലവിൻ്റെ കാര്യത്തിൽ പല സ്റ്റേറ്റുകളും തമ്മിൽ എന്തുണ്ട് പിള്ളേരെ പല വ്യത്യാസങ്ങളും ഉണ്ട് എന്നാണ് അവിടെ പറയുക. അവിടെ നമ്മൾ 2009-2010 ഹിമാചൽ പ്രദേശിലാണെങ്കിൽ 12,500, എന്നാൽ പഞ്ചാബിലാണെങ്കിൽ വെറും എത്രയേ ഉള്ളൂ 2,200 മാത്രമേ എന്തുള്ളൂ ആളോഹരി വിദ്യാഭ്യാസത്തിനായിട്ട് ചെലവിടുന്നുള്ളൂ എന്നുള്ള കാര്യമാണ് പറയുക. അത് അവിടെ നിങ്ങൾ നോട്ട് ചെയ്യണം. അവിടെ ആ സ്റ്റേറ്റിൻ്റെ കണക്ക് വെച്ച് തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, 1 വേർഡ് ക്വസ്റ്റ്യൻ. അതിനുശേഷം അടുത്ത പാരഗ്രാഫിൽ 1964 and 66 പീരീഡ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഹാസ് സജസ്റ്റഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ് 7% ഓഫ് GDP ഷുഡ് ബി സ്പെൻഡ് ഓൺ എഡ്യൂക്കേഷൻ. അപ്പം 1964, 65, 66 കാലഘട്ടത്തിൽ GDP-യുടെ 6% ചെലവാണ് വിദ്യാഭ്യാസ ചെലവുകൾക്കായിട്ട് വിദ്യാഭ്യാസ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. 1964-66 GDP-യുടെ 6% ചെലവാണ് വിദ്യാഭ്യാസ ചെലവുകൾക്കായിട്ട് എന്ത് ചെയ്തിരിക്കുന്ന വിദ്യാഭ്യാസ കമ്മീഷൻ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം GDP-യുടെ 6% വിദ്യാഭ്യാസത്തിനായിട്ട് നമ്മൾ ചെലവിട്ടിരിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അവിടെ എഡ്യൂക്കേഷണൽ സെസ് എന്താണെന്നുള്ള കാര്യം വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ വിദ്യാഭ്യാസത്തിനായിട്ട് എന്തോരം പണം കേന്ദ്ര ബഡ്ജറ്റിലൊക്കെ നമ്മൾ അലോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അവിടെ വിശ്വസിക്കുക. ദ സെൻട്രൽ ബഡ്ജറ്റ് ഇൻ 2004 and 2005 ലെവൽ എഡ്യൂക്കേഷണൽ സെസ് ബൈ 2% ഓഫ് ഓൾ യൂണിയൻ ടാക്സ്. 2004-2005 കേന്ദ്ര ബഡ്ജറ്റിൽ കേന്ദ്ര നികുതികൾക്കെല്ലാം പുറമെ കേന്ദ്ര നികുതികൾക്കെല്ലാം 2% വിദ്യാഭ്യാസ നികുതി എന്ത് ചെയ്തുള്ളവരെ ചുമത്തുകയുണ്ടായി എന്നാണ് അവിടെ പറയുക. 2004-2005 കേന്ദ്ര ബഡ്ജറ്റിൽ കേന്ദ്ര നികുതികൾക്കെല്ലാം തന്നെ 2% എന്താണ് വിദ്യാഭ്യാസ സെസ് ചുമത്തുകയുണ്ടായി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് എന്താണ് മെയിനായിട്ട് പറയുക, ഈ സെസ് വഴിയായിട്ട് കിട്ടിയ പണം ഏകദേശം എന്താണ് 6,000 കോഴ്സ് റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. അത് മെയിനായിട്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ വിനിയോഗിക്കുന്നതിന് പുറമെ ദാറ്റ് യൂസ്ഡ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ടുള്ള സ്കോളർഷിപ്പുകളും അതുപോലെ തന്നെ എല്ലാം അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എഡ്യൂക്കേഷണൽ സെസ് എന്നുള്ള ഭാഗം ആദ്യം അതൊന്ന് നോട്ട് ചെയ്യണം. എഡ്യൂക്കേഷണൽ സെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ എല്ലാ വിധികളിലെല്ലാം തന്നെ വിദ്യാഭ്യാസത്തിനായിട്ട് 2% ടാക്സ് ചുമത്തുകയുണ്ടായി. അതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പണം ഏകദേശം 6,000 കോഴ്സ് 6,000 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. അത് മെയിനായിട്ട് പ്രൈമറി എഡ്യൂക്കേഷനും അതേപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷനും ഉന്നത വിദ്യാഭ്യാസത്തിനും പുറമെ ഒട്ടേറെ സ്കോളർഷിപ്പുകളും ബാങ്ക് ലോൺസും ബാങ്ക് വായ്പകളൊക്കെ നൽകാനായിട്ട് അനുവദിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ നമ്മൾ ഏതൊക്കെയാണ് റെഗുലേറ്ററി ബോഡീസ് ഇൻ എഡ്യൂക്കേഷൻ, അതുപോലെ റെഗുലേറ്ററി ബോഡീസ് ഇൻ എഡ്യൂക്കേഷനും പറഞ്ഞു, അതുപോലെ തന്നെ ഹെൽത്തിലും പറഞ്ഞു. റെഗുലേറ്ററി ബോഡീസ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷനും അതുപോലെ എഡ്യൂക്കേഷൻ 2 കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ ലോട്ട് ഓഫ് മണി ഗവൺമെൻറ് ടു സ്പെൻഡ് ഓൺ എഡ്യൂക്കേഷൻ. ഗവൺമെൻറ് ധാരാളം പണം വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവിടുന്നുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ വിശദീകരിച്ചു. അതുപോലെ എഡ്യൂക്കേഷണൽ സെസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി ക്ലാസ്സുകൾ പലതവണ കണ്ട് കൃത്യമായിട്ട് പഠിച്ചു പോയിരിക്കണം. അല്ലെങ്കിൽ എക്സാമിനേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ പ്രയാസമാവും. അതുകൊണ്ട് എല്ലാ സ്റ്റുഡൻസും കൃത്യമായിട്ട് വീഡിയോ ക്ലാസ്സും കൃത്യമായിട്ട് കണ്ടിരിക്കണം, ലൈവ് ക്ലാസ്സിനും കൃത്യമായിട്ട് കയറിയിരിക്കണം. അപ്പോൾ ഓക്കെ സ്റ്റുഡൻസിന് അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ സ്റ്റുഡൻസ്, ഓക്കെ, താങ്ക് യു.